അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ, നമ്മുടെ വീട്ടിലുള്ള ചെറിയ ചെറിയ മക്കളിൽ നിന്ന് നാം പഠിക്കേണ്ട ചില പാഠങ്ങളുണ്ട്. അവർ ചെറിയവരാണെങ്കിലും അവരുടെ സ്വഭാവമായി ബന്ധപ്പെട്ട് ചെറിയ മക്കളാകുമ്പോൾ അവരിൽ അല്ലാഹു നൽകിയ ചില സ്വഭാവങ്ങൾ, അതിലൂടെ നമുക്ക് വലിയ പാഠങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അതുമായി ബന്ധപ്പെട്ട് മക്കളുടെ ചെറിയ മക്കളിൽ നിന്ന് അവരുടെ സ്വഭാവത്തിൽ നിന്ന് നാം പഠിച്ചെടുക്കേണ്ട 2-3 കാര്യങ്ങൾ ബഹുമാനപ്പെട്ടവർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഫിൽ അത്ഫാലി ഖംസു ഖിസാലിൻ ലൗ കാനത് ഫിൽ കിബാരി ലകാനു അബ്ദാല. നമ്മുടെ മക്കളിൽ നിന്ന് നാം പഠിക്കേണ്ട ചില പാഠങ്ങളുണ്ട്. ആ പാഠങ്ങളിൽ എങ്ങാനും നാം പഠിച്ച് അത് ഉൾക്കൊണ്ട് ആ മക്കളുടെ അവർ പ്രവർത്തിക്കുന്ന ചില സ്വഭാവങ്ങൾ വലിയവരിൽ ഉണ്ടായിരുന്നെങ്കിൽ ആ വലിയവർ വലിയ ഔലിയാക്കന്മാർ ആവുമായിരുന്നു. പക്ഷേ ആ കുട്ടിക്കാലത്തുണ്ടാകുന്ന ചില സ്വഭാവങ്ങൾ വലുതാകുമ്പോഴേക്ക് അത് ഇല്ലാതെയായി പോവുകയാണ്. അതാണ് പ്രശ്നം. അതേ സമയത്ത് ആ കുട്ടിക്കാലത്ത് നമ്മളെല്ലാവരിലും ഉണ്ടായിരുന്ന ചില സ്വഭാവങ്ങൾ, അത് നാം ഇങ്ങനെ വലുതാകുമ്പോൾ ആ സ്വഭാവങ്ങൾ ഇല്ലാതെയായി പോവുകയാണ്. അതെങ്ങനെ തുടർച്ചയായി നിന്നിരുന്നെങ്കിൽ നമ്മളെല്ലാവരും ഔലിയാക്കന്മാരാവുമായിരുന്നു എന്നാണ് ബഹുമാനപ്പെട്ടവർ നമ്മെ ഓർമ്മപ്പെടുത്തിയത്. എന്താണ് ആ സ്വഭാവങ്ങൾ? ബഹുമാനപ്പെട്ടവരെ ആദ്യമായി നമ്മെ സൂചിപ്പിക്കുന്നു, അവർക്ക് റിസ്കിനെ കുറിച്ച്, ഭക്ഷണത്തിനെ കുറിച്ച് യാതൊരു ടെൻഷനില്ല. ചെറിയ കുട്ടി, ആ കുട്ടി ഒരിക്കലും എനിക്ക് ഉച്ചഭക്ഷണം കഴിക്കണമെന്നോ രാത്രി ഭക്ഷണം എനിക്ക് കഴിക്കാനുണ്ടെന്നോ അല്ലെങ്കിൽ രാത്രിയിൽ എനിക്ക് എന്തു ഭക്ഷണമായിരിക്കുമോ അതൊന്നും ആ കുട്ടിക്ക് ടെൻഷനേ ഇല്ല. അതിനെക്കുറിച്ച് യാതൊരു വിഷമം കുട്ടിക്കില്ല. കുട്ടി കിട്ടുമ്പോൾ തിന്നും, പിന്നെന്താണ്, ഇപ്പൊ എന്താണ്, ഇനി നാളെ കിട്ടുമോ, നാളെ എനിക്ക് ഭക്ഷണം ഉണ്ടാകുമോ, ഇനി രാത്രി എനിക്ക് ഭക്ഷണം ഉണ്ടാകുമോ, അതൊന്നും ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് ചിന്തിക്കുന്നേയില്ല. അത് വല്ലാത്തൊരു ചിന്തയാണ്. പക്ഷേ വലിയവരാകുമ്പോൾ അങ്ങനെ അല്ലല്ലോ. അവർക്കൊരു ഭക്ഷണം കിട്ടിയാൽ പോലും ആ ഭക്ഷണം സന്തോഷത്തോടു കൂടെ കഴിക്കുന്നത് പോവട്ടെ, അവർക്ക് പിന്നെന്ത് കിട്ടും. നമുക്ക് ആകെ ചിന്തയുള്ളത് റിസ്കിനെ കുറിച്ചിട്ടാണ്, ഭക്ഷണത്തിനെ കുറിച്ചിട്ട് നാം ഇങ്ങനെ വിഷമിക്കുന്നവരാണ്. അതിനെക്കുറിച്ച് നാം എന്നും അവലാതിപ്പെടുന്നവരാണ്. എനിക്ക് നാളെ ഭക്ഷണം ഉണ്ടാകുമോ, അല്ലെങ്കിൽ അടുത്ത കൊല്ലം എനിക്ക് ഭക്ഷണം, അതിനു വേണ്ടിയാണല്ലോ ദുനിയാവിന്റെ പിന്നാലെ ഓടുന്നത്. ഭക്ഷണമോ അവിടുന്ന് കുറഞ്ഞു പോകുമോ എന്നുള്ള പേടിയാണ്. പക്ഷേ മക്കൾക്കൊരിക്കലും അങ്ങനെ ഒരു പേടിയില്ല. അതാണ് മക്കളിൽ നിന്ന് പഠിക്കേണ്ട വലിയൊരു പാഠം. രണ്ടാമതായി ബഹുമാനപ്പെട്ടവർ പറയുന്നു, അവർക്കൊരു രോഗം വന്നാൽ അവരൊരിക്കലും അള്ളാഹുവിനെ ചീത്ത പറയുന്നവരാവില്ല. അതേ സമയത്ത് വലിയവർക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അവർക്ക് ചെറിയ എന്തെങ്കിലും ഒരു പ്രശ്നം നൽകിയാൽ അവർ അള്ളാഹുവിനെ ചീത്ത പറയുന്നവരായിത്തീരും. അതായത് ഞാൻ ഇത്രമാത്രം നിസ്കരിക്കുന്നവനാണ്, ഞാൻ ഇത്രമാത്രം നോമ്പ് നോക്കുന്നവനാണ്, ഞാൻ ഇത്രമാത്രം ഖുർആൻ ഓതുന്നവനാണ്, എന്നിട്ടാണോ എനിക്ക് അല്ലാഹു ഈ രോഗം തന്നത്, എന്നിട്ടാണോ എന്നെ അല്ലാഹു ഇങ്ങനെ പരീക്ഷിച്ചത്, എന്നിട്ടാണോ എന്നെ അല്ലാഹു ഇങ്ങനെയൊക്കെ കഷ്ടപ്പാടുകൾ എനിക്കൊക്കെ അല്ലാഹു നൽകുന്നത് എന്ന് അവന്റെ വാക്കിലൂടെ അവൻ പറഞ്ഞിട്ടില്ലെങ്കിലും പലപ്പോഴും എല്ലാ മനുഷ്യന്മാര് അങ്ങനെ ചിന്തിക്കുന്നവരായിത്തീരുന്നു. പക്ഷേ മക്കളെ സംബന്ധിച്ചിടത്തോളം അങ്ങനൊന്നുമില്ല. അവർക്കൊരു രോഗം വന്നാൽ തന്നെ അവർക്കതിനെ കുറിച്ച് യാതൊരു വിഷമമോ അങ്ങനൊന്നുമില്ല എന്നാണ് ബഹുമാനപ്പെട്ടവർ നമ്മെ സൂചിപ്പിച്ചവർ. അപ്പോൾ ഇത് നാം പഠിക്കേണ്ട പാഠം അത് തന്നെയാണ്. അള്ളാഹു ഒരു മുസീബത്ത് തന്നാൽ, ഒരു കഷ്ടപ്പാട് തന്നാൽ അള്ളാഹുവിനെ ചീത്ത പറയുന്നതിന് പകരം അതിനെന്തുണ്ട് പരിഹാരമെന്ന് ചിന്തിച്ച് അള്ളാഹുവിൽ നിന്ന് അത് പരിഹാരം തേടുക എന്നല്ലാതെ അള്ളാഹുവിനെ ചീത്ത പറയുന്ന ഒരു സ്വഭാവമോ അങ്ങനെ ഒരു ചിന്തമോ നമുക്കുണ്ടാകാൻ പാടില്ല എന്നാണ് ബഹുമാനപ്പെട്ടവർ നമ്മെ പഠിപ്പിക്കുന്നത്. പിന്നൊരു കാര്യം മക്കളിൽ നാം പഠിക്കേണ്ടത് വലിയൊരു വിഷയമാണ്. മക്കൾക്കൊരു സ്വഭാവമുണ്ട്.
അവർ ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടുമ്പോൾ തൻ്റെ പ്രായമുള്ളവരെ ഒന്ന് ഒരുമിച്ച് കൂട്ടുന്നൊരു സ്വഭാവം മക്കൾക്കിടെ ഉള്ളവരോട് അവരെത്ര അടികൂടിയാലും എത്ര അവരോട് ദേഷ്യപ്പെട്ടാലും അങ്ങോട്ടിങ്ങോട്ട് അവരെന്തു ചെയ്താലും പക്ഷേ ഒരു ഭക്ഷണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നും കിട്ടുമ്പോൾ അങ്ങോട്ടിങ്ങോട്ട് അംശം വെച്ച് അവർ തിന്നുന്നൊരു സ്വഭാവം അവർക്കുണ്ട് മക്കൾക്ക്. അതിൽ നിന്ന് വലിയവർ പഠിക്കേണ്ട ഒരു പാഠം അത് തന്നെയാണ്. നമുക്കൊരു ഭക്ഷണം കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഒരു നിയമത്ത് കിട്ടുമ്പോൾ നമ്മുടെ കൂടെയുള്ളവരെ കൂട്ടാൻ നോക്കണം. അത് വലിയൊരു സ്വഭാവമാണെന്ന് ബഹുമാനപ്പെട്ടവർ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നൊരു കാര്യം ബഹുമാനപ്പെട്ടവർ പറയുന്നു, മക്കളാകുമ്പോൾ സ്വാഭാവികമാണ് തൻ്റെ പ്രായത്തുള്ളവരോട് ഇടയ്ക്കിടെ ഇങ്ങനെ അടികൂടാനുണ്ട്. അങ്ങനെ അടികൂടും. ആ അടികൂടുന്ന സമയത്ത് നമ്മൾ ചിന്തിച്ചു പോകും, ഈ രണ്ട് മക്കൾ ഇനി ഒരിക്കലും തമ്മിൽ സംസാരിക്കൂല, അവർ നന്നാവൂല തമ്മിൽ എന്ന് ചിന്തിച്ചു പോകും. പക്ഷേ ആ സമയത്ത് തന്നെ അവർ രണ്ടാളും തിരിച്ചും കളിക്കാൻ അവർ ഇറങ്ങും. അത് വല്ലാത്തൊരു ചിന്തയാണ്. വലിയവർ ചിന്തിക്കേണ്ട മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. എന്തോ സ്വാഭാവികമായി നാമുമായി ബന്ധപ്പെട്ട് നമ്മളെ കൂട്ടുകാരുമായിട്ടോ നമ്മളെ കുടുംബമായിട്ടോ നമ്മളെ അയൽവാസിയുമായിട്ടോ മനുഷ്യന്മാരെന്ന് പറയുമ്പോൾ അങ്ങോട്ടിങ്ങോട്ടൊക്കെ അഭിപ്രായം വ്യത്യാസമെന്ന് സംസാരങ്ങളൊക്കെ വന്നു എന്നിരിക്കാം. പക്ഷേ അത് കാലങ്ങളോളം അത് നീണ്ടു നിൽക്കാൻ പാടില്ല. ഒരേ വിഷയത്തിനെ പിടിച്ച് അങ്ങോട്ടിങ്ങോട്ട് സംസാരിക്കാത്ത എത്രയോ കാലങ്ങളായി ഏതോ ഒരു സമയത്ത് എന്തോ നടന്നതിൻ്റെ പേരിൽ എത്രയോ കുടുംബങ്ങൾ ഇന്ന് തെറ്റി നിൽക്കുകയാണ്, എത്രയോ അയൽവാസികൾ തെറ്റി നിൽക്കുകയാണ്, എത്രയോ കൂട്ടുകാർ തെറ്റി നിൽക്കുകയാണ്. അതല്ല, മക്കളെ കണ്ട് പഠിക്കുക. അവരെത്ര തെറ്റി നിന്നാലും അവർ തമ്മിൽ എത്ര അടികൂടിയാൽ ആ സമയത്ത് തന്നെ അവർ തമ്മിൽ പൊരുത്തപ്പെടുന്നു. നേരത്തെ അവൻ എന്നെ ചീത്ത പറഞ്ഞുവെന്നോ നേരത്തെ അവരെന്നെ അടിച്ചുവെന്നോ അതൊന്നും അവരെ മനസ്സിലില്ല. അവിടെ അപ്പം തന്നെ അവരത് മറന്നു കളയുകയാണ്. ഇതാണ് കുട്ടികളെന്ന് നാം പഠിക്കേണ്ട വലിയ പാഠമെന്ന് ബഹുമാനപ്പെട്ടവർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇങ്ങനെ ധാരാളം വിഷയങ്ങൾ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു മക്കളിൽ നിന്ന് നാം പഠിക്കേണ്ട പാഠങ്ങളാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ നമ്മെ പഠിപ്പിക്കുകയാണ്. അതിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ഇതൊക്കെയും ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക. ഇതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ വലിയ ബറക്കത്തുള്ള ജീവിതം ആകാൻ അത് കാരണമാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.